എന്റെ അഭിപ്രായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മൾ ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ നിൽക്കുന്ന പോലീസ് അധികാരികൾ ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്ക് സല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യമില്ല. രാജസ്ഥാൻ നമ്മളാണ് ഭരിക്കുന്നത്, ഉത്തർപ്രദേശ് നമ്മളാണ് ഭരിക്കുന്നത്, ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ആകട്ടെ, ഈ മഹാഭാരതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങ് ആന്ധ്രയിൽ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഈ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുകയാണ്. കോൺഗ്രസിനില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുമില്ല ഈ രാജ്യത്ത് എന്നുള്ള അവസ്ഥയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് മഹിളാ മോർച്ചയുടെ സഹോദരിമാരോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, അതിന്റെ മുകളിൽ അധികം കയറിയിട്ട് ഒരു പരിക്കും വരുത്തേണ്ട കാര്യമില്ല. പോലീസ് അധികാരികളിൽ ഇപ്പോ ഭൂരിപക്ഷവും നരേന്ദ്രമോദി ഫാനായിട്ടുള്ള ആളുകളാണ്. ഗതികേട് കൊണ്ട് നിൽക്കുകയാണ്, അല്ലാതെ പിണറായി വിജയനോടുള്ള പ്രേമം കൊണ്ട് നിൽക്കുകയല്ല. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കൊഞ്ഞാണനാണ്. ഒരു കഴിവും ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിയെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു വകതിരിവുള്ള മന്ത്രിയായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഈ പാവപ്പെട്ട കുട്ടി ഇവരുടെ സർക്കാരിന്റെ അനാസ്ഥ മൂലം പിടഞ്ഞു വീണ മരിച്ചിട്ട് അവൻ എന്തിനാണ് ഈ മരപ്പലക പൊളിക്കാൻ പോയത് എന്ന് ചോദിച്ച വിവരം കെട്ട പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മന്ത്രി എന്തിനാണ് ബർമുടയിട്ടുകൊണ്ട് നിയമസഭയില് കുഷിനുള്ള കസേര നോക്കിയിട്ട് തലകറങ്ങി വീണത് എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങൾ കേരളത്തിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാനുള്ള പരിണിത പ്രജ്ഞതയില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് വിവേകമില്ലാത്തതുകൊണ്ടുമാണ് ഈ പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടി നമ്മൾ നഷ്ടപ്പെട്ട് വിട പറഞ്ഞു പോയത്. ഇന്ന് ഹരിപ്പാട് സ്കൂളില് സ്കൂൾ കെട്ടിടവും മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ഇന്നലെയെങ്കിൽ അവിടെയും അപകടം സംഭവിക്കുമായിരുന്നു. കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ അനാസ്ഥ കൊണ്ട്, ഇവിടുത്തെ ഫിറ്റ്നസ് കൊടുക്കുന്ന പ്രാദേശിക ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഉത്തരവാദി? ആർക്കാണ് ഉത്തരവാദിത്വം? നിലമ്പൂരിൽ അനന്ത് മരിച്ചപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞു അത് വിദ്യുത് ശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ കാരണക്കാർ. എല്ലാ മീഡിയയും അവിടെ എത്തി, ജനങ്ങൾ ചെന്നു, പ്രതിഷേധിച്ചു, സമരം നടത്തി. അനന്തുവിന്റെ കുടുംബത്തിന് അനന്തുവിനെ നഷ്ടപ്പെട്ടു, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു, നമ്മൾ പ്രതിഷേധം നടത്തി. കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ അനന്തുവിനെ ജീവൻ പോയതിനു ശേഷം അവിടെ അനന്തുവിന്റെ കുടുംബത്തിന് ഏതാനും ലക്ഷങ്ങൾ കൊടുത്താൽ തീരുന്നതാണോ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന? എത്ര വർഷം കഴിഞ്ഞാലും ഒരമ്മയുടെ മകനെ നഷ്ടപ്പെട്ടാൽ ആ വേദന മാറുമോ? എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ മരണമടഞ്ഞിട്ടുള്ള ഈ കുഞ്ഞിന്റെ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട്, മിഥുന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവൻ കാരണമാണ് ഭരണമുണ്ടായത് എന്ന് പറയുക. മറ്റൊരു മന്ത്രി ചിഞ്ചൂറാണിയാണ്. ചിഞ്ചൂറാണി സുംബ ഡാൻസ് കളിക്കാൻ പോവുക. ഒരു കുഞ്ഞ് ഇവിടെ മരിച്ചു വീഴുന്ന സമയത്ത് ആ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ മനുഷ്യരുടെ, കരയുന്ന മനുഷ്യരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ മാതൃഹൃദയമില്ലാതെ, കൃത്യതയില്ലാതെ മറ്റൊരു പരിപാടിയില് നൃത്തം കളിക്കുന്നതിന്റെ ചിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ജനങ്ങൾ കൂടുന്നു. ഒരു അപകടം ഉണ്ടായാൽ ബിന്ദു അവിടെ കോട്ടയത്ത് പിടഞ്ഞു വീണ് മരിച്ചു. മകളെ ചികിത്സിക്കാൻ പോയതാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജില്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മകളെ ചികിത്സിക്കാൻ പോയപ്പോ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു പറഞ്ഞപ്പോ അന്ന് വാസവൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ ആരും ഉരുട്ടിയിട്ടതല്ലോ എന്നാണ് പറഞ്ഞത്. വാസവൻ മന്ത്രി പറയുകയാണ് ഉരുട്ടിയിട്ടതല്ലോ ബിന്ദുവിനെ അല്ലെങ്കിൽ കെട്ടിടത്തിനെ എന്ന് പറഞ്ഞാൽ ബിന്ദു മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് വാസവൻ പറഞ്ഞതിന്റെ മലയാളം അല്ലേ? അതുപോലെ തന്നെയല്ലേ ശിവൻകുട്ടി പറഞ്ഞത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്? ശിവൻകുട്ടി പറയുകയാണ് കുട്ടി എന്താണ്? കുട്ടി വളരെ കൂടുതൽ കളിക്കുന്ന ആളാണ്. ശിവൻകുട്ടി മാങ്ങ എറിഞ്ഞിട്ടില്ലേ?
ശിവൻകുട്ടി വിചാരങ്ങളുള്ള ഒരു കുഞ്ഞു കുട്ടി തന്നെയാണ് മരണമടഞ്ഞു പോയിട്ടുള്ള മിഥുൻ. ആ മിഥുനെ നെഞ്ചേറ്റിക്കൊണ്ട് മിഥുന്റെ കുടുംബത്തോട് സ്നേഹം പങ്കുവച്ചു പ്രതികരണം നടത്തുമ്പോ എനിക്ക് പറയാനുള്ളത്, ഈ ബാരിക്കേഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇവിടെ നിന്നും മാറ്റിയിട്ട് സ്കൂളിലേക്ക് കയറിയിട്ട് ആ സ്കൂള് ലക്ഷ്യമാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഈ സമരം കാണാൻ വേണ്ടി അമ്മമാരും സഹോദരന്മാരും ഒക്കെ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള അരിവാളുണ്ടല്ലോ, ആ അരിവാൾ ചുറ്റികയിൽ നിങ്ങൾ എന്ന് വോട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നുവോ അന്നേ കേരളത്തിലെ പാവപ്പെട്ടവന്റെ ശാപവും ഭാര്യയുമായിട്ടുള്ള ഈ മുന്നണി അധികാര കേന്ദ്രത്തിൽ നിന്ന് താഴെയിറങ്ങും. നിങ്ങളോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി പറഞ്ഞു, എനിക്ക് പാവപ്പെട്ടവരെ താല്പര്യമുണ്ട്, എനിക്കിവിടുത്തെ കർഷക തൊഴിലാളിയെ സ്നേഹമാണ്, എനിക്കിവിടുത്തെ ഭാരം ചുമക്കുന്നവരെ സ്നേഹമാണ്. ഒന്നുമല്ല, പിണറായി വിജയന് കേരളത്തെ പോലും സ്നേഹമല്ല. പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ, അത് വാരി കൂട്ടിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയുടെ മറവിൽ അമേരിക്കയിൽ പോവുകയും ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ വണ്ടി ഇറങ്ങുകയും ചെയ്യുന്നത് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആലപ്പുഴക്കാരൻ സുധാകരൻ സാർ പറഞ്ഞത്, എന്താണ്, ഈ നടപടിക്രമങ്ങളൊന്നും ശരിയായിട്ടുള്ള വഴിക്കല്ല ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശ്രീമാൻ സുധാകരനെ പോലും കേരളത്തിന് മുന്നിൽ പറയേണ്ട സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കേരള സംസ്ഥാനത്തിന്റെ പോക്ക് ശരിയല്ലെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അഴിമതിയുടെ പേര് കേട്ട ആളല്ല എന്തായാലും ആലപ്പുഴക്കാരൻ മുൻ മന്ത്രി ശ്രീമാൻ സുധാകരൻ. അദ്ദേഹം കുറച്ചൊക്കെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ്. അത് പറയുന്നതിന്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പോലീസ് അധികാരികൾക്കറിയാം പഴയ പ്രസംഗം. കഴിഞ്ഞ ആലപ്പുഴയിലും ഈ കേരളത്തിലും രാജ്യത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ഞങ്ങള് കള പറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ്. എന്താണ് കള പറയ്ക്കുന്ന ഡയലോഗ് എവിടെയാവുന്നത്? നമ്മൾ കണ്ടത് ലൂസിഫർ സിനിമയിലാണ്. കള പറയ്ക്കാൻ പോയിട്ട് തിരിച്ചു വന്ന മോഹൻലാലിന്റെ ഷർട്ടിലെ ചോര, ആ ചോര കണ്ട് ഒരു മാധ്യമ പ്രവർത്തകനും ഭാര്യയും ഞെട്ടി. മാധ്യമ പ്രവർത്തകന്റെ ഭാര്യ ചോദിച്ചു, പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കേരളത്തിന്റെ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ സ്കൂളിന്റെ മുന്നിൽ ബാരിക്കേഡ് വെച്ചു, നിങ്ങൾ കളക്ടറേറ്റിന്റെ മുന്നിൽ ബാരിക്കേഡ് വെച്ചു, നിങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ബാരിക്കേഡ് വെച്ചു. പോലീസ് അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടല്ലോ പിണറായി വിജയൻ വെച്ച ബാരിക്കേഡ്, KC വേണുഗോപാൽ വെച്ച ബാരിക്കേഡ് ഉണ്ടല്ലോ, അത് പൊളിച്ച് കടമുഴക്കി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ നമ്പർ 1 പാർട്ടിയായി 20% വോട്ടുമായിട്ട് ഇന്ന് കേരളത്തിന് മുന്നിൽ നിൽക്കുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം 30 സീറ്റുകളിൽ, ഭാരതീയ ജനതാ പാർട്ടി 30 സീറ്റുകളിൽ 1ഉം 2ഉം സ്ഥാനം നേടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിന് മുന്നിൽ പ്രവർത്തന സജ്ജരായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അനന്തൂരിനെ നഷ്ടപ്പെട്ടപ്പോ നിലമ്പൂരിൽ കോൺഗ്രസുകാർക്ക് സമരരംഗത്ത് വന്നു. അനന്തപുരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസുകാർക്ക് സമരം നടത്താൻ എന്ത് അവകാശമാണുള്ളത്? കോൺഗ്രസ് ഭരിച്ചില്ലേ കേരളം? 1956 മുതൽ ഈ കേരളത്തെ മാറി മാറി ഭരണകൂടത്തിന് നേതൃത്വം നൽകിയത്. ഒരിക്കൽ ഇടതുപക്ഷക്കാരൻ ഭരിച്ചാൽ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരിക്കും. കോൺഗ്രസ് ഭരണകൂടത്തിന് നേതൃത്വം നൽകുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ 1957 മുതൽ കേരളത്തെ മാറി മാറി ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സമരമാണ് ചെയ്യാനുള്ളത്? ഈ സ്കൂളില് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകൾ ജയിച്ച മെമ്പർമാരായിട്ടുള്ള പ്രാദേശിക ഭരണസമിതിയല്ലേ? ആ പ്രാദേശിക ഭരണസമിതി ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കടന്നിരുന്നുവെങ്കിൽ ഈ വിദ്യുത് ശക്തി വകുപ്പ് ഇത്ര രീതിയിൽ ഇത്രയും അവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളില് ഇതുപോലെ കറണ്ട് പഠിക്കാൻ സമ്മതിക്കുമോ? അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നേരത്തെ ആരോ പ്രസംഗിച്ചു, അനന്തു നേരത്തെ വന്നു.
പഞ്ചായത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും ഒരു വിഷയമേ അല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള സഹോദരൻ പ്രസംഗം തിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയുകയാണ് സ്കൂള് മാർക്സിസ്റ്റുകാരുടെ സ്കൂളാണ്. ഞാൻ പറഞ്ഞ എന്താണ്? ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് സ്കൂളിന് ഫിറ്റ്നസ് കൊടുത്തത്. ആ കോൺഗ്രസിന്റെ ഭരണസമിതി നോക്കുകുത്തിയായി നിന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ടായത്. ശരിയല്ലേ? ആ ശരി. ഏതൊരു പൗരനും ഭാരതീയ ജനതാ പാർട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം കടക്ക് പുറത്തെന്ന് പറയാൻ ഇത് പിണറായി വിജയനല്ല. ഇവിടെ ഏതൊരു സാധാരണക്കാരനായ പൗരനും ശോഭാ സുരേന്ദ്രനെയാകട്ടെ BJPയുടെ ആരെയാകട്ടെ അത് പോലീസ് അദ്ദേഹത്തിന് ഇറക്കിക്കോളും. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏതൊരു വ്യക്തിക്കും ഏത് പൊളിറ്റിക്കൽ ലീഡറെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ കേരളത്തിൽ ഗതികേടെന്ന് പറയട്ടെ, ആനവൈക്കുണ്ട്. ആനവൈക്ക് അടിച്ചു കഴിഞ്ഞാൽ 3-ാം നാളാണ് ഉയർത്തെഴുന്നേൽപ്പ്. മറ്റൊരു ബ്രാൻഡ് ഉണ്ട്, അതിന്റെ പേര് അന്ത്യക്രിസ്തു എന്നാണ്. യേശുദേവനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവരിട്ട ബ്രാൻഡിന്റെ പേരാ ഞാൻ പറഞ്ഞത്. 3 ദിവസം കഴിയണം കള്ള് കുടിച്ചാൾ എണീക്കണമെങ്കിൽ. പിന്നെ 8 അടി മൂർക്കനുണ്ട്. 8 അടി നടന്നു കഴിഞ്ഞാൽ വീഴും. കുറ്റിപ്പുറത്ത് അനവധി ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുള്ള സ്പീഡ് ബ്രാൻഡ്. അപ്പോ നമ്മുടെ സഹോദരനെ ആരും ഒന്നും പറയണ്ട. അദ്ദേഹം വിവേകത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്ന് സത്യസന്ധമായി അദ്ദേഹം കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന് ചെറിയ തെറ്റ് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നാളെ BJPയിലേക്ക് വരേണ്ട ആളാണ് അദ്ദേഹം. അദ്ദേഹം വരും. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എന്റെ വാക്കുകൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ പാവം സഹോദരൻ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു യോഗമായിരുന്നുവെങ്കിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ആ പാവത്തിന് ബാക്കി വെച്ചേക്കില്ലായിരുന്നു. അപ്പോ ഞങ്ങളുടെ പരിപാടിക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാം, സന്തോഷം. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു പരിപാടി നടത്തിയാൽ ഇങ്ങനെ ചേട്ടൻ ആ വഴിക്കൊന്നും പോകരുത്. കാരണം എനിക്ക് ചേട്ടനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെയുള്ള സ്കൂൾ മുറിയിലേക്ക്, ക്ലാസ് മുറികളിലേക്ക് ആദ്യം എത്തിയത് ഞാൻ പറഞ്ഞ ലഹരി പൊടിച്ചു കലക്കിയ കള്ളിന്റെ കുപ്പികളാണ്. അത് കഴിഞ്ഞപ്പോ ഇതുപോലെയുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിലേക്ക് വന്നത് സാധാരണ ലഹരിയാണ്, മിഠായിയുടെ രൂപത്തിൽ. ഇന്ന് ക്ലാസ് മുറികളിലേക്കും കോമ്പൗണ്ടുകളിലേക്കും സ്കൂൾ കെട്ടിടത്തിന്റെ അകത്തേക്കും വരുന്നത് മാരകമായിട്ടുള്ള ലഹരി മരുന്നാണ്. ആ മാരകമായിട്ടുള്ള ലഹരി മരുന്നും ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളും ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഒരു സൂചനാ സമരമാണ് പോലീസ്. അല്ലാതെ നിങ്ങളുടെ ബാരിക്കേഡ് വീഴ്ത്തി ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് നിങ്ങളും ഞങ്ങളുമായിട്ട് ഒരു ദ്വന്ദ്വ യുദ്ധത്തിനല്ല ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരം. ഈ സൂചന പിണറായി വിജയനുള്ള സൂചനയാണ്. ഈ സൂചന നട്ടലില്ലാത്ത പാവപ്പെട്ടവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയനെതിരെ ചോദ്യം ചെയ്യാൻ ആർജവമില്ലാത്ത, നട്ടലില്ലാത്ത ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കുള്ള അദ്ദേഹത്തിന് ഉള്ള സൂചനയാണ്. ഈ സൂചന ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് അധികാരികൾക്കുള്ള സൂചനയാണ്. ഈ സൂചന ഇവിടത്തെ FIR മര്യാദക്കിടാൻ തയ്യാറാകാതിരിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങള് ചേലക്കരയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അംസയോട് ചോദിച്ചാൽ മതി എന്താണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് എന്ന്. മര്യാദയ്ക്ക് FIR ഇടണം. അതാണ് സൂചന. ഈ കുട്ടി ഇവിടെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണം അത് കറക്റ്റായിട്ട് പഠിച്ച് പരിശോധിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ കണക്കാക്കിക്കൊണ്ട് FIR ഇടണം എന്നുള്ള സൂചന പോലീസിനോടുള്ള സൂചനയാണ്. ഞങ്ങളുടെ സൂചന ഇവിടുത്തെ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടുമുള്ള സൂചനയാണ്. ഈ സ്കൂളിൽ നേരത്തെ ജില്ലയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാറി മാറി നിങ്ങൾ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ട് നിങ്ങളുടെ ഇടതുപക്ഷക്കാരന്റെ സ്കൂൾ തകർന്നു വീഴുമ്പോ എന്ത് അവകാശമുണ്ട് കോൺഗ്രസിന്? കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ സമരരംഗത്ത് വന്നു. എന്ത് അധികാരമുണ്ട്, എന്ത് അവകാശമുണ്ട്?
കോട്ടയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ആ ചാണ്ടിക്ക് എത്ര സമയം വേണം? സ്ഥലം MLA ആണെങ്കിലും തൊട്ടടുത്ത സ്ഥലത്തും ചാണ്ടിക്ക് പോകാമല്ലോ. നിലമ്പൂരിലെ സഹപ്രവർത്തകരെ വിജയിപ്പിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ചാണ്ടിക്ക് ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിമിതിയില്ലായ്മയെ കുറിച്ച് പരിശോധിക്കാൻ എത്ര സമയം വേണം? നിങ്ങൾ പരിശോധിച്ചില്ല, നിങ്ങൾ അത് പരിശോധിക്കുന്നില്ല. നിങ്ങൾ അധാർമികമായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നടത്തുന്ന സമരവീര്യത്തിന്റെ റിസൾട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ ഉൾപ്പെടെ 7 പേരെ കേരള നിയമസഭയുടെ പുറത്തു നിർത്തി. എങ്ങനെ? നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് കോൺഗ്രസ് ടൈപ്പ് വെച്ചു കൊടുത്തു. 7 പേർ 2ാം സ്ഥാനത്ത്. അതിന് 5 കൊല്ലം മുമ്പും അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ ഉൾപ്പെടെ ശ്രീമാൻ സുരേന്ദ്രൻ ഉൾപ്പെടെ 7 പേരെ അന്നും 2ാം സ്ഥാനത്ത് നിർത്തി. ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് നൽകിയത് ഞങ്ങളെ MLA-മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയി അരലക്ഷോളം വരുന്ന ആളുകളെ വിജയിപ്പിച്ച് അകത്തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങൾ ജയിക്കുമെന്നായപ്പോ ഞങ്ങളെ പടിക്ക് പുറത്തിരുത്തിയെങ്കിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, ആ പിണറായി വിജയൻ ക്ഷീണിക്കുമ്പോ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് വിജയേട്ട സാരല്ല ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന VD സതീശനെ കേരളത്തിൽ സമ്മാനിച്ചത് ഈ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് അരലക്ഷോളം വരുന്ന BJP-യുടെ നേതാക്കന്മാരെ പുറത്തു നിർത്തിയത് കൊണ്ടാണ്. പക്ഷേ ആ കളി ഇനി നടക്കില്ല. അമിത്ഷാജി കേരളത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ഓഫീസ് മുറിയിൽ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനുള്ള മുറി വരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജി കേരളത്തിൽ നിന്ന് തിരിച്ചു പോയതെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ സമരം നടത്തും. ഈ കാവൽ നിൽക്കുന്ന പോലീസോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഒരു കൂട്ടം വരുന്ന പോലീസുകാര് ലാത്തി ചാർജ് നടത്തി ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാത്തി ചാർജിന് വിധേയമാക്കിയ ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അത് നിങ്ങളുടെ ടോൾ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ അടിക്കാൻ ഓർഡർ ഇട്ടാൽ ഒന്നും ഓർക്കാതെ ആ ഓർഡറിന്റെ പിറകെ പോയി അടിച്ചു. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ തല ഒരു ഭാഗം പൊട്ടിപ്പൊളിച്ച് തല്ലി തകർത്ത് കളഞ്ഞു. ഇനി ഒരടി അവൻ അടിക്കണമെങ്കിൽ എന്റെ ശരീരത്തിൽ തൊട്ടിട്ട് വേണമെന്ന് പറഞ്ഞ് സുധീഷിനെ രക്ഷിക്കാൻ പോയതിന്റെ പേരിലാണ് ഞാനൊരു സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായതെങ്കിൽ എന്തായി സമരവീര്യം കുറഞ്ഞോ? ഞാനിവിടെ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, ഞങ്ങളുടെ സമരവീര്യം കുറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ ശരീരത്തിൽ അവസാനത്തെ തുള്ളിച്ചോര അവശേഷിക്കുന്നത് വരെ വന്ദേ മാതരം വിളിക്കാൻ ആഹ്വാനം കിട്ടിയാൽ ഒരു മന്ത്രിയുടെ സംരക്ഷണവും വേണ്ട, ഒരു MLA-യുടെ സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ നാട്ടിലെ 10 ചെറുപ്പക്കാർ കൂടെയുണ്ട് ഈ പ്രസ്ഥാനത്തിലെങ്കിൽ അത് മാത്രമാണ് റിസൾട്ടായിട്ടും താമരപത്രമായിട്ടും ഞങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 11 വർഷം നമ്മുടെ നരേന്ദ്രമോദി ഏറ്റവും വലിയ സ്വപ്നം കണ്ടു. എന്താണെന്നറിയുമോ? സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഫലമായിട്ട് LA മാനേജ്മെന്റ് സ്കൂളിലേക്ക് നരേന്ദ്രമോദി കൊടുത്ത കോടികൾ കിട്ടാഞ്ഞത് LA മാനേജ്മെന്റ് അധികാരികൾ ഈ സ്കൂളിനെ വലിയ രീതിയിൽ ഉയർത്താൻ വേണ്ടിയിട്ട് ആധുനിക സജ്ജീകരണ റൂമുകളുള്ള മാതൃകാ സ്കൂളാക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് സ്കൂളിന്റെ അധികാരികൾ പരിശോധിക്കാത്തത്? കാരണം എന്താണെന്നറിയുമോ? നരേന്ദ്രമോദി സർവശിക്ഷാ അഭിയാന് വേണ്ടി കൊടുക്കുന്ന കോടികൾ അത് വാങ്ങിയെടുത്തുകൊണ്ട് PM ശ്രീ അപേക്ഷിച്ചാൽ 1 കോടി രൂപ കിട്ടും. ആ PM ശ്രീ പദ്ധതിക്ക് ഈ സ്കൂളിൽ നിന്ന് ഒരു കടലാസ് പോലും ഒരു പേപ്പർ പോലും നീങ്ങിയിട്ടില്ല. എന്താ കാരണം? ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി കൊടുക്കുന്ന പദ്ധതിയിലൂടെ 1 കോടി രൂപ വാങ്ങി PM ശ്രീ ഈ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദി അപ്പൂപ്പന്റെ പടം എവിടെയെങ്കിലും ഒന്ന് കുട്ടികൾ കണ്ടാൽ ആ കുട്ടികൾ നരേന്ദ്രമോദിയുടെ ഫാനായി മാറും എന്ന് കരുതിക്കൊണ്ട് ഈ മാനേജ്മെന്റ് സമിതി അപേക്ഷ പോലും കൊടുത്തില്ല, പേപ്പർ പോലും കൊടുത്തില്ല. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 11 വർഷമായി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കേരളത്തിലേക്ക് കൊടുത്ത കോടാനുകോടി രൂപയുടെ കണക്ക് അത് കേരളത്തിലെ ശിവൻകുട്ടിയെ കൊണ്ട് കേരളത്തിൽ ജനങ്ങളുടെ മുന്നിൽ പറയിപ്പിച്ചിട്ട് ഞങ്ങൾ റോഡിൽ നിന്ന് സമരത്തിൽ നിന്ന് തിരിച്ചു കയറൂ എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അടിയിൽ അടിവരയിട്ടുകൊണ്ടാണ് ഈ സ്കൂളിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. കോട്ടയത്തെ ബിന്ദു മരിച്ചു അല്ലെ, മകളെ ചികിത്സിക്കാൻ പോയിട്ടുള്ള ബിന്ദു കോട്ടയത്ത് മരണമടഞ്ഞു. ആ ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തു അല്ലെ. കൊല്ലുക, നഷ്ടപരിഹാരം കൊടുക്കുക. നഷ്ടപരിഹാരം കൊടുക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ
നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ച് ലോകത്തിന്റെ മുന്നിൽ കാരണങ്ങൾ പറയുമ്പോ പിണറായി വിജയന് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പിണറായി വിജയൻ കൊടുത്തില്ലെങ്കിൽ, നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ, വീട് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, ഗവൺമെന്റ് വീട് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ വീട് വെച്ച് കൊടുക്കും, സ്വന്തം പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് എന്ന് ഈ പാവപ്പെട്ട കുടുംബത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? ഉടൻ തന്നെ ഗവൺമെന്റ് ഒരു വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി. സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾ കൊടുക്കണം. കാരണം ആ കുടുംബത്തില് ഈ മിഥുൻ വളർന്നു വന്ന് മിഥുന് 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ വീണ്ടും പഠിപ്പിച്ച് അവനെ എവിടെയോ എത്തിക്കണമെന്ന് ആ അമ്മ കണ്ട സ്വപ്നത്തിന്റെ തലയിലാണ് നിങ്ങൾ കുരുക്കിട്ടത്. അതുകൊണ്ട് മിഥുൻ നഷ്ടപ്പെട്ടു. അവിടെ ബിന്ദു നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പുറത്ത് നിലമ്പൂരില് അനന്തവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഓരോ ദിവസവും കേരളത്തിൽ മരണങ്ങൾ ഉണ്ടാകുന്നു. മിഥുൻ നേരത്തെ വന്നതുകൊണ്ടാണ് 1 ഡസനിലധികം വരുന്ന കുട്ടികൾ അവിടെ മരിച്ചു വീഴുമായിരുന്നു. കാരണം ഷോക്കേറ്റ് പിടയുന്ന മിഥുനെ കണ്ട് തന്റെ കൂട്ടുകാർ ആരെങ്കിലും വന്ന് ആ മിഥുനെ പിടിച്ചിരുന്നുവെങ്കിൽ, തൊട്ടിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികളുടെ മരണം ആ സ്കൂളിനകത്ത് ഉണ്ടാകുമായിരുന്നു. സർവേശ്വരൻ മിഥുന് അല്പസമയം മുമ്പ് വരാൻ തോന്നിച്ചത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു ശിവൻകുട്ടിയുടെ ഒരു കൊലപാതകമായിട്ട് ഈ മരണം മാറിയത്. എന്നിട്ടും അതിനെ അധിക്ഷേപിക്കുന്ന, ആക്ഷേപിക്കുന്ന വാക്കുകൾ പറയുന്ന, മാർക്സിസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യക്കും വേണ്ടി വഴി തുറന്നു കൊടുത്ത ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാനുള്ളത് കൊണ്ട് മേഖലയിൽ ഭാരതം ഇന്ന് 3ാം സ്ഥാനത്തേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ്. ലോകം ഞെട്ടുകയാണ് ഭാരതത്തെ കണ്ട്. 27 ലോകരാജ്യങ്ങളിൽ 16ലധികം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ലഭ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ക്യാബിനറ്റ് മിനിസ്റ്റർമാരോടും അദ്ദേഹം പറയുന്നത്, ചെറുപ്പക്കാർ മിടുക്കന്മാരാണ് കേരളത്തിലെ, പഠിപ്പുള്ളവർ, അറിവുള്ളവർ. എന്നാൽ അവർക്ക് സാഹചര്യമില്ല. അതിൽ പലരും കളിക്കാരുണ്ട്. ആ കുട്ടികളെ തെരഞ്ഞുപിടിക്കണം. ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് കേരോ ഇന്ത്യ എന്നുള്ള പദ്ധതി കൊണ്ടുവന്ന് ഈ സർക്കാർ സ്കൂളിലെ കുട്ടികളെ നല്ല ഫുട്ബോൾ രംഗത്ത് അധികാരിമാരെ ആക്കാനുള്ള പണം വരെ ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററും വകുപ്പ് മന്ത്രിമാരും തീരുമാനമെടുത്ത ഒരു കാലാംശത്തിലാണ് നമ്മുടെ പാവപ്പെട്ട ഈ കുട്ടി ഇവിടെ പിഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരമാണ്. തീർച്ചയായിട്ടും ഭരണപക്ഷത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പ്രതിപക്ഷം കേരള നിയമസഭയിൽ ഏതെങ്കിലും 11 കൊല്ലത്തെ കൃഷിക്ക് വേണ്ടി കൊടുത്ത കണക്കോ, വിദ്യുച്ഛക്തിക്ക് വേണ്ടി കൊടുത്ത കണക്കോ, ഇവിടത്തെ ഏതെങ്കിലും ഒരു വകുപ്പിൽ IT മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത കണക്കോ, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത കണക്കോ എത്രയാണ് സാർ എന്ന് പിണറായി വിജയനോട് ചോദിക്കാനുള്ള ആർജവം പ്രതിപക്ഷത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഓരോ ദിവസവും ഓരോ കൊലപാതകങ്ങൾ, ഗവൺമെന്റ് സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ കൊലപാതകങ്ങളുടെയും എണ്ണം വർദ്ധിക്കുന്നത് ചോദ്യം ചെയ്യാൻ കേരള നിയമസഭയിൽ പ്രതിപക്ഷത്ത് തന്റെ ഇടമുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള സൂചകം അത് കൊല്ലം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലാകമാനം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സമരം ഒരു സൂചന സമരമായിട്ട് നമ്മളിവിടെ ഒരുമിച്ചെത്തിയിട്ടുള്ളത്. ഈ സമരത്തിൽ എന്നോടൊപ്പം പങ്കെടുത്തിട്ടുള്ള എന്റെ സഹപ്രവർത്തകരോട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അമിത്ഷാജിയുടെ സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും 300ലധികം വരുന്ന കർമ്മ പദ്ധതികൾ അത് പാവപ്പെട്ടവന് വേണ്ടി കൊണ്ടുവന്നത് വീടുകളിലേക്ക് എത്തിക്കാനുള്ള ചാലക ശക്തികളായിട്ട് നിങ്ങൾ മാറണമെന്നും, അങ്ങനെ സന്തോഷപൂർവ്വം ചില പോലീസുകാരൊക്കെ റിട്ടയർമെന്റ് ആകുമ്പോൾ 6 DYSPമാർ ഇപ്പോൾ BJPയുടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. രഹസ്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പരസ്യമായിട്ട് ഞങ്ങൾ അവർക്കൊരു സ്വീകരണം കൊടുക്കും. വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിൽ നിന്ന് പോലീസ് അധികാരികളാകട്ടെ, എക്സൈസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, ടെക്നോളജിസ്റ്റുകളാകട്ടെ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാകട്ടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർ BJPയെ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അന്യായങ്ങൾക്കെതിരെ ചാലകശക്തിയായിട്ട് മാറാൻ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിന്, പോലീസ് അധികാരികൾക്ക് സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.